കൂട്ടുകാരേ, അപ്പം നമുക്കിന്നും ഒരു കൂണ് കിട്ടിയിട്ടുണ്ട്. പിഴുതെടുക്കട്ടെ. നമ്മുടെ മുറ്റത്ത് തന്നെയാണ്, നമ്മുടെ തോടിൻ്റെ അടുത്തൂനെ, നമ്മുടെ വീടിനടുത്ത് തന്നെ, നമ്മുടെ മുറ്റം. നമ്മൾ വേറെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. കുഞ്ഞ് നോക്കുക, തോടിൻ്റെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന കേട്ടോ, കൂണെല്ലാം നമ്മുടെ ഈ സൈഡിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ഇവിടെ. പോയോ? പട്ടി തട്ടിയിട്ടത് എങ്ങാണ്ട് എടുക്കണമല്ലോ. ഇനി ആരിറങ്ങി എടുക്കും? ഇനിയിപ്പോൾ കാന്താരി പറിക്കാൻ പോയായിരുന്നു. കാന്താരി എടുത്ത് നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്ന് രാവിലെ ചോറ് കഴിക്കാൻ കൂണ് മെഴുക്കുവരട്ടി വെക്കാൻ പോകാം. അങ്ങനെ അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു കൂണ് നമ്മൾ വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൗണ്ട് തീരെ കുറവാണ്. ആശുപത്രിയിൽ നിന്നിട്ടാണ് നമ്മളിതിന് സൗണ്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ വൃത്തിയാക്കി എടുത്ത് പിന്നെ നമുക്ക് അത് അടുപ്പത്തൊക്കെ വെച്ച് മെഴുക്കുവരട്ടി വെക്കാനാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ സവാള, അതാണ് എൻ്റെ ഒരു കാര്യം. കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പം തിന്നാൻ പറ്റാത്ത സാധനങ്ങൾ എന്തിനാണ് നീ തിന്നാൻ പോകുന്നത്? ഇപ്പോൾ പിള്ളേർ അതിൻ്റെ ബാക്കി എന്നെ പറഞ്ഞു വെച്ചിരിക്കുക. അങ്ങനെ ഒരുവിധം ആയി. പിന്നെ കുരുമുളക് പൊടി ഇട്ട് ഒത്തിരി മസാലക്കൂട്ട് ഇട്ടായിരുന്നു കേട്ടോ, പൊടി. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ടു. അപ്പം അങ്ങനെ നമ്മുടെ കൂണ് മെഴുക്കുവരട്ടി റെഡിയായി. ഞാൻ കഴിക്കാനൊക്കെ എടുത്തു, ചോറൊക്കെ കഴിക്കാനായിട്ട് എടുത്ത്. അപ്പം അങ്ങനെ ചോറ് കഴിക്കുകയാണേ. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് നമ്മുടെ വെളിയിൽ ഇതേ രണ്ടുപേര് വന്ന് നിൽക്കുന്ന കാണുന്നത്. ചാച്ചി എന്തി മോനെ തുറക്കുന്ന? അമ്മ മോളെ എനിക്ക് പനി വന്നിട്ട് പോയില്ലയോ? ഇല്ലയോ ചക്കി? ഇത് ചക്കിയെ അമ്മമ്മേലെ ചിന്താളി, നീ പനി നിനക്ക് എന്ത് തിരിച്ച് തരുവടി. അത് മുട്ടായി അമ്മമ്മക്ക് കൂടെ മുട്ടായി കൊടുക്കും. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ പാല് മുട്ടായി. ഇത് എന്തൊരു കിക്കറായിട്ടേക്കുന്നേ. ഇങ്ങനത്തെ കിക്കൽ അമ്മമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ. ഇത് ഇങ്ങോട്ട് നോക്കി. അയ്യോ അയ്യോ, ഉടുപ്പ് അമ്മമ്മയ്ക്ക് തന്നിട്ട് പോണേ മോനെ. മാക്കനെ കൊച്ചേ, മമ്മിക്ക് ഉടുപ്പ് തന്നിട്ട് പോണേ. മമ്മിക്ക് തരണ കാണാൻ പോയെന്ന് പറ. എവിടെ? അല്ല, ഞങ്ങള് അഞ്ജുവിൻ്റെ ഒക്കെ ഭർത്താവിന് ശരത്തിന്. ആരാ പറഞ്ഞേ? എനിക്ക് എൻ്റെ കുഞ്ഞിന് മാങ്ങ തിന്ന അസുഖം വന്നെന്ന് എല്ലാവരും ഇവിടെ പറയുന്നത്. ഇങ്ങോട്ട് നോക്കി, ഓണ്ട വരുന്നില്ല. അതാരാ നോക്കി? ചക്കി അതാരാ നോക്കിയടി? ചക്കി എടി ചക്കി, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ. എന്നാ ഉറങ്ങുന്നതിനെ പോയി പോടി. ഇന്ന് രാവിലെ നോക്കിയപ്പോഴ ഏതാ ആശുപത്രി പോയി? ചെറുക്കൻ പോയി. എവിടെ ഉണ്ടോ? ചക്കിയേ, നിങ്ങളുടെ വീട്ടിലേക്ക് വേറെ കുഞ്ഞാവ വരുന്നു. ചക്കി വന്നതിന് ശേഷം ചാകരയാ. ഇല്ല മമ്മിക്ക് തരുമോ ഒരു മിഠായി? മമ്മിക്ക് തരുമോ ഒരു മിഠായി? ഏടി നീ അമ്മമ്മയ്ക്ക് തരുമോ ഒരു മിഠായി? ഞങ്ങളങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങളങ്ങോട്ട്. താങ്ക് യു. അമ്മമ്മയ്ക്ക് തന്നെയാണോ മിഠായി? അമ്മമ്മയ്ക്ക് തന്നെയാണ്. എവിടെ പോവാ? ഈ വലിയ കൊച്ചായിട്ട് മുട്ടിലിടയിൽ വന്നു നാണമില്ലേ? ഒരു വയസ്സായ പിന്നെ വലിയ കൊച്ചായി. അയ്യേ, മുട്ടിലിടേണ്ട പ്രായം 5-6 മാസമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ഉടുപ്പ് വരാനായിരിക്കും. ഉടുപ്പ് അലർജി ആണെന്നല്ലേ പിറന്നാളിന് കിട്ടിയതാണ് ഇതൊക്കെ. ഞരപ്പിക്ക് കൊടുത്തു. നിക്കറിന്റെ വള്ളി നോക്കി. എവിടെ പോവാ? ഓ
വേണ്ട, ആ ചെരുപ്പ് വേണ്ട, അച്ഛൻ്റെ ചെരുപ്പ് മതി. എടി നിനക്ക് ഇടാൻ പറ്റുന്ന ചെരുപ്പ് എടുത്ത് ചെക്കി നീ. അപ്പോൾ ഫോൺ എടുത്തോണ്ട് പോകുന്നല്ലോ. പോയി അതവൾക്ക് വേണ്ട. നീ കൊടുത്തേരാ, അവൾ ഇടുന്നോ നോക്ക്. അവിടെ നീ ഇരുന്നു. പിന്നെ ഒരു കാലം മതിയോ? ഒരു കാലം ഇട്ടപ്പോ ഒരു സൈഡിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. ചെറുതായി അത് കയറ്റി ഇടാഞ്ഞിട്ട് അതിൻ്റെ മോള്. ഓ ഇട്ട് തലേനും കൂടെ ഇട്. വീഴും അവളന്നേരം. വിഷയം എന്ത് ചെയ്യാനാന്ന് പറ. ഓ കുഞ്ഞിനാ മുത്തിരിക്കുന്നുണ്ട്. മുത്തം കൊണ്ട് ശരിയാവുന്നില്ലല്ലോ. മാറാവട്ടെ. ഇതിൻ്റെ കൈ എടുക്കാനെന്തോ. ഇതാണ് ഇതിൻ്റെ പേട്ട് കൈ എടുക്കാനെന്തോ. ഇപ്പുറത്തെ ആ കൈയല്ല, ഇപ്പുറത്തെ കൈ ഇടും. വള കിടക്കുന്നത്. എന്നാലും അവൾക്ക് എൻ്റെ ചെരുപ്പിനോടാ. കളയടി എൻ്റെ ചെരുപ്പ്. അത് വലിച്ചു കയറ്റിടാനാന്ന് തോന്നുന്നു കേട്ടോ. ചക്കിപ്പെണ്ണ് ചെരുപ്പിട്ടോണ്ട് നടക്കുവാണ്. പൊക്കോളും, പിടിക്കണ്ട. അങ്ങനെ ഞങ്ങൾ ഉടുപ്പിട്ടില്ല കൂട്ടുകാരെ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുൾ വീഡിയോ പിടിക്കാത്തത്. എവിടെ അപ്പനും മോളും കൂടെ? ചെരുപ്പ് ഊരി കളയുക. ഞങ്ങൾക്ക് ചെരുപ്പ് വേണ്ട. ഞങ്ങൾക്ക് ചെരുപ്പ് ഇട്ടിട്ട് ശരിയാവുന്നില്ല. ഓ കൊണ്ടുപോകും, നിങ്ങളുടെ മുറി കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കിപ്പെണ്ണൊക്കെ വന്നു. ചക്കിപ്പെണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം കൊന്തേ അറിയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവിടെ അപ്പയെ ജോലിക്ക് കൊണ്ടുവിടണം. പിന്നെ ഞങ്ങൾക്ക് ആശുപത്രി വരെ ഒന്ന് വരണമായിരുന്നു. അപ്പോൾ ചക്കിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇറങ്ങിയത്. എന്നിട്ട് എനിക്ക് ആശുപത്രിയിലൊന്ന് കയറണം. ദേഹത്ത് വേദന, ഭയങ്കരമായിട്ട് ദേഹത്ത് വേദനയാണ്. അതിനങ്ങോട്ടൊന്ന് കയറണം. ഇന്നലെ തൊട്ടേ തുടങ്ങിയതാണ്. എത്രയും നേരം വരെ കൊണ്ട് നടന്ന് എനിക്ക് വയ്യ, സഹിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ ഇനിയും പോവാം. അവൻ തന്നെ കെട്ടിയടാ. ഇല്ലയോ ഷാള് തപ്പിപ്പോ. ചക്കി ചോദിക്കുന്നത് അപ്പി എന്ത് ചെയ്യുന്നു? അങ്ങനെ നമ്മൾ ഇങ്ങോട്ടിറങ്ങി. മോനൊക്കെ കിച്ചുവിനെ കൊണ്ടുവിടാൻ കുടുംബനോട്ടും പോയി. അവർ ആ വഴി അങ്ങ് പിന്നെ ചക്കിയൊക്കെ അച്ഛനൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞങ്ങളുടെ പുറകിൽ അവിടെ മേളിൽ നിർത്തിയിട്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ വലിയ രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഇറങ്ങി വരുന്നത് ടൂറിസ്റ്റ് അല്ലേ, ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഇച്ചിരി നേരം വീഡിയോ പിടിച്ച് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ അത് നമ്മുടെ മുന്നേ കയറിയിട്ട് അങ്ങ് സെൻറ്റ് പീറ്റേഴ്സ് വരെ, പത്തനംതിട്ട വരെ, നമ്മുടെ പള്ളിയുടെ അടുത്ത് വരെ നമ്മുടെ മുന്നിൽ ഈ ബസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നാണ്. അങ്ങനെ നമ്മൾ ചിരിച്ച് കളിച്ച് വന്ന് ആശുപത്രിയിൽ കയറിയതാണ് കൂട്ടുകാരെ. വയ്യാണ്ടായിപ്പോയി, തീരെ വയ്യ, വേദന സഹിക്കണം. അതാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ആശുപത്രിയിലായി.